ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഈ നാടിനെ നടുക്കിയ ഈ ഒരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അഖിൽ എന്നു പേരുള്ള 22 വയസ്സുകാരനാണ് ഇന്നലെ കൊലക്കിരയായതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിലവിൽ നമ്മൾ കാണുന്നത് ഈ അഖിലിൻ്റെ വീടാണ്. അഖിലിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ അഖിൽ ഒരു പ്രാവിനെ വളർത്തുന്ന കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഖിൽ പ്രാവിനെ പരിപാലിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു സംഘം ആളുകൾ ഇനോവയിൽ വന്നിറങ്ങുകയും അഖിലിനെ തലയ്ക്ക് കമ്പി വെച്ച് അടിച്ചു വീഴ്ത്തിയ ശേഷം ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചത്. തലയ്ക്കടി മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഖിൽ തൽക്ഷണം മരിക്കുകയായിരുന്നു. പോലീസ് ഇതേപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ, അതായത് ഈ കരമന അനന്തു വധക്കേസിലെ പ്രതികളാണ് നിലവിൽ ഇത്തരത്തിൽ അഖിലിനെ ആക്രമിച്ചിട്ടുള്ളത്. അഖിലിൻ്റെ ശരീരം ആസകലം ഇടിച്ച പാടുകളൊക്കെ തന്നെ ഉണ്ട്. ഹോളോ ബ്രിക്സ് വെച്ച് വലിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ മുൻപ് ബാറിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുള്ളതാണ്. എന്തായാലും നാടിന് നടുക്കിയ വലിയൊരു സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പോലീസ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും കൃത്യമായി വ്യക്തമാണ് മുൻവൈരാഗ്യം, കൊല ചെയ്യണം എന്നുള്ള ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം തന്നെയാണിത്. അതായത് വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിൽ കൊലയിലേക്ക് കലാശിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇതൊരു മെയിൻ റോഡ് തന്നെയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളാണ്. അഖിലടക്കം മത്സ്യത്തൊഴിലാളിയായിരുന്നു. മീൻ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. അപ്പം അവരെല്ലാം തന്നെ മത്സ്യം എടുക്കാനൊക്കെ പോയ സമയത്തായിരുന്നു വീട്ടിലെ കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളുടെ മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നാടിന് നടുക്കിയ കൊലപാതകം നടന്നിട്ടുള്ളത്. കുട്ടികൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്തായാലും അഖിലിൻ്റെ അലർച്ച കേട്ടാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നത്. അപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളടക്കം CCTVയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വർഷം മുൻപ് ഇവർ തമ്മിൽ നടന്ന വാക്കുതർക്കമായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 5 ദിവസം മുൻപും ഇത്തരത്തിൽ ബാറിൽ വെച്ച് വാക്കേറ്റമുണ്ടായതായിട്ടാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതായത് നിലവിൽ ഈ അടുത്തുള്ള ബാറിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ നിന്നുള്ള ദൃശ്യമാണ്. അതിൽ കൃത്യമായി വ്യക്തമാണ് അഖിലിൻ്റെ വീട് ഈ റോഡ് വശത്തോട് ചേർന്ന് തന്നെയാണ്. അതിനോട് ചേർന്ന് കുറച്ചൊരു പ്രദേശമുണ്ട്. അവിടെയായിരുന്നു അഖിൽ പ്രാവ് വളർത്തലുമായിട്ട് നിന്നിരുന്നത്. ആ പ്രാവിനെ വളർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രാവിനെ തീറ്റി നൽകിക്കൊണ്ടിരുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഒരു സംഘം ആളുകൾ കടന്നു വരികയും അഖിലിനെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു. തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് ശരീരത്തിൽ വലിയ രീതിയിൽ ഇടിക്കുകയായിരുന്നു. തല പിളർന്ന അവസ്ഥയിലാണ് അഖിലിനെ ആശുപത്രിയിൽ ആക്കുന്നത്. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അഖിലിൻ്റെ അച്ഛനാണ്. അഖിലിൻ്റെ അച്ഛന് മാനസികമായി തീരെ തളർന്ന അവസ്ഥയാണ്. അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ ഈ സമയത്ത്, അതായത് മകൻ്റെ അല കേട്ടുകൊണ്ടാണ് വന്നതെന്നുള്ളതാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും നാട്ടുകാർ കൂടെ നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അറിയാവുന്ന ഇവിടെ ഉള്ള ആളാണ്? അതെ, എൻ്റെ അളിയനാണ് മരിച്ചത്. സംഭവം എന്ന് പറഞ്ഞാൽ അവൻ പ്രാവിനെ തുറന്ന് വിട്ടു അവിടെ ഇരിക്കും, അതിൻ്റെ പുറത്ത് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 4 പയ്യന്മാർ വന്ന് ഗേറ്റടയ്ക്കാൻ പറ്റിയ ഒരു താവ് കല്ലുണ്ട്, കല്ലൊക്കെ എടുത്ത് നെഞ്ചിലിടിച്ച് അങ്ങനെ. ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ച് അറിയില്ല. മുൻവൈരാഗ്യമുണ്ട്. ഞാൻ മരിക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഇതിലെ പോയപ്പോൾ അവിടെ നിന്ന് കൈ കാണിച്ചിട്ട് പോയി. ഞാൻ പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങ് എത്തിയെങ്കിൽ. അച്ഛൻ പറഞ്ഞത് മുൻവൈരാഗ്യമാണ് കാരണം. അതിനെക്കുറിച്ച് അറിയില്ല. അതിന് വഴക്കിന് പോണ പയ്യനല്ല. ഒരു പെറ്റി കേസോ ഒരു ക്രിമിനൽ കേസോ ഒന്നുമില്ല. ഒരു വഴക്കിന് പോണ പയ്യനാണെങ്കിലും ഒക്കെ പറയാം മുൻവൈരാഗ്യമുണ്ട്. അങ്ങനെ വഴക്കിന് പോകാനായിട്ട് ഒരുത്തനല്ല. ജോലിക്ക് മീൻ കച്ചവടത്തിന് പോകും. മീൻ കച്ചവടമില്ലാത്ത സമയത്ത് മറ്റേ കർട്ടൻ്റെ പണിക്ക് പോകും. വീടൊക്കെ നോക്കുന്ന ഒരു പയ്യനായിരുന്നു. അങ്ങനെയുള്ള പയ്യനെ നമ്മളെന്ത് പറയാൻ, അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പയ്യന്മാരാണ്. നേരത്തെ ഇതിനുമ്പോൾ ഒരു കൊലക്കേസ് ചെയ്ത പയ്യന്മാരാണ്. കൊഞ്ചിലുള്ളതിനും ഒരു പയ്യനെ ഇങ്ങനെ കൊന്ന് അവിടെ വെള്ളയിലിട്ടിരുന്നു. അങ്ങനെയുള്ള പയ്യന്മാരാണ്, ആ കോളനിയുള്ള പയ്യന്മാർ. ശരി, ഓക്കെ. മൂത്തി, എന്തായാലും നാടിനെ നടക്കിയ ഈ സംഭവം ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ് പോലീസ്. ബാറിലെ അടക്കം ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും, അതായത് ഈ വാക്തർക്കമല്ലാതെ മറ്റെന്തെങ്കിലും ഇവർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് മൂത്തി. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരും. അതിനുശേഷമായിരിക്കും നിലവിൽ നടപടികൾ ഉണ്ടാകുക. എന്തായാലും പോലീസിന് പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.